ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കുറേ ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവരും ഓണമൊക്കെ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ആഘോഷിച്ച് കാണുമെന്ന് കരുതുന്നു. ഞാനും ഓണമൊക്കെ ഇപ്രാവശ്യത്തെ ഓണം വളരെ സന്തോഷപരമായിട്ടുള്ള ഓണമായിരുന്നു. 3 വർഷമായിട്ട് നാട്ടിലില്ലായിരുന്ന മകൻ നാട്ടിൽ വന്നു. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു മനോഹരമായ ഓണമായിരുന്നു. അതുപോലെ കുറേ നാളുകൾക്ക് കാണാതിരുന്ന ബന്ധുവീടുകളിലൊക്കെ പോകാനും എല്ലാവരുമായിട്ട് കാണാനും ഒക്കെ കഴിഞ്ഞ ഒരു സന്തോഷമുള്ള ഓണദിനങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. അതുകൊണ്ട് കുറേ തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ മോൻ തിരിച്ചു പോകുന്നതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു. എല്ലാം കാരണമാണ് വീഡിയോ ഒക്കെ ഇടാൻ അല്പം താമസിച്ചത്. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിരുന്നു, അത് കംപ്ലീറ്റ് ആക്കാനും പറ്റിയില്ല. അതങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കൊക്കെ ആയിരുന്നു. ഇപ്പം കുറച്ച് തിരക്കൊക്കെ മാറി. മോനൊക്കെ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് തുടങ്ങുകയാണ്. പിന്നെ ഇനിയിപ്പം ഓണം കഴിഞ്ഞ് ഇനിയിപ്പോൾ 28ാം ഓണം ഉണ്ടല്ലേ. ഇനി അടുത്തത് 28ാം ഓണം ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട് നന്നായിട്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് 28ാം ഓണം നമ്മളിപ്പോൾ ഓണം ആഘോഷിച്ചതുപോലെ തന്നെ ആഘോഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ വലുതായിട്ട് 28ാം ഓണം പണ്ട് എൻ്റെ കൊച്ചുനാളിലൊക്കെ അമ്മ ഇലയൊക്കെ ഇട്ട് അന്നും ചോറൊക്കെ ഉണ്ണുമായിരുന്നു ഞങ്ങൾ. ഇപ്പം അങ്ങനെ 28ാം ഓണമൊന്നും ആരും ആഘോഷിക്കാറില്ല. പിന്നെ ചില സ്ഥലത്തൊക്കെ ഉറിയടിയോ വല്ല കളികളൊക്കെ അവധി ദിവസമാണെങ്കിൽ ഞായറാഴ്ചയൊക്കെയാണ് വരുന്നതെങ്കിൽ ചിലപ്പം നടത്തുന്നത് കാണും. അല്ലാതെ അതൊക്കെ അന്നത്തെ കാലത്ത് 28ാം ഓണവും വളരെ സന്തോഷകരമായിട്ടൊക്കെ പണ്ടൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ അങ്ങനെ എല്ലാവരും തിരക്കാണല്ലോ. എല്ലാവർക്കും ജോലിക്ക് പോകുന്ന തിരക്കും കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള തിരക്കുമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വലിയ 28ാം ഓണമൊന്നും ഇപ്പോൾ അങ്ങനെ വലിയ ആഘോഷമായിട്ട് കാണുന്നില്ല. പണ്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ. പിന്നെ ഇപ്പം ഈ പറഞ്ഞ വലിയ കൊയ്ത്തും ചവിട്ടും അതുപോലെ നിലത്തിലുള്ള കൃഷിയിടങ്ങളിലെ കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും മറ്റുള്ള തിരക്കുകളിലൊക്കെ ആയിരിക്കും. അല്ലാതെ പണ്ടത്തെ കണക്ക് കൃഷി അതിൻ്റെ തിരക്കുകളും ഒക്കെ 28ാം ഓണം വരെയൊക്കെ നീണ്ടു നിൽക്കും. കച്ചി ഉണക്കവും പിന്നെ അതിൻ്റെ മങ്ക് അരി എടുക്കവും പിന്നെ ഇങ്ങേറ്റം ഉമിക്കരി വരെ ഉണ്ടാക്കുന്നത് വരെ ഭയങ്കര തിരക്കായിരിക്കും അമ്മമാരൊക്കെ ഈ ഓണം കഴിഞ്ഞാലും. പക്ഷേ ഇപ്പം അങ്ങനെയുള്ള തിരക്കുകളൊന്നും അമ്മമാർക്കും ഇല്ല, കുട്ടികൾക്കും ഇല്ല. കുട്ടികളൊക്കെ പഠിക്കുന്ന കാര്യത്തിലുള്ള തിരക്കും പരീക്ഷ വരുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ തിരക്കൊക്കെ. ഇനിയിപ്പോൾ അടുത്തത് കന്നിമാസത്തിൽ നവരാത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നാളെ മുതൽ നവരാത്രി ആരംഭം തുടങ്ങുകയാണ്. 9 ദിവസത്തെ വ്രതം നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് 9 ദിവസവും വ്രതം നിൽക്കുന്നത്. മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ച് പിന്നെ രാവിലെ കുളിച്ച് സരസ്വതി മന്ത്രവും ഒക്കെ സരസ്വതിയുടെ നാമങ്ങളൊക്കെ ചൊല്ലി അതിൻ്റെ വിളക്കൊക്കെ കൊളുത്തി നാമമൊക്കെ ചൊല്ലിയിട്ട് സ്കൂളിൽ പോകുന്നത് ഏറ്റവും നല്ലതാണ്. ഈ 9 ദിവസവും പഠിക്കുന്ന കുട്ടികൾ വ്രതമായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയത്തുള്ളൂ. അതൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് അതൊക്കെ ചെയ്യാം. ഇല്ലാത്ത കുട്ടികൾ ഇപ്പം മീനൊന്നും ഇല്ലാതെ ചോറുണ്ണാൻ ഭയങ്കര മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവസാനത്തെ 3 ദിവസമെങ്കിലും നമ്മൾ നവരാത്രി വ്രതം എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മഹാനവമിയും അഷ്ടമിയും നവമിയും വിജയദശമി ഈ 3 ദിവസം കുട്ടികൾക്ക് അതൊന്നും കൊടുക്കാതെ നല്ല ശുദ്ധവൃത്തിയോടുകൂടി ആ കുട്ടികളെ ആ വ്രതം എടുപ്പിച്ച് ചെയ്യുന്ന അമ്മമാർ അതിനു വേണ്ടി മുൻകൈ എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതൊന്നും ഇത്രയൊക്കെ ചെയ്താൽ എന്തുവാ കുട്ടികളങ്ങ് വലിയ മിടുക്കരാകുമോ എന്നൊക്കെ ചോദിക്കും. എങ്കിലും നമുക്കൊരു സരസ്വതി കടാക്ഷം കുട്ടികൾക്ക് കിട്ടണം എന്ന് അമ്മമാരായ നമ്മൾക്കെല്ലാം ഒരു ആഗ്രഹം കാണുമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എല്ലാ കുട്ടികളുടെയും തലയിൽ എഴുതിയതുപോലെയൊക്കെ അവരുടെ ജീവിതം വരത്തുള്ളൂ. എങ്കിലും കുറച്ചൊക്കെ നമ്മളൊരു ശീലങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നതും നല്ലതാണ്. അത് താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇനിയിപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കന്നിമാസത്തിൽ. പിന്നെ കന്നിമാസത്തിലെ ആയില്യം അമ്പലത്തിൽ ഈ സർപ്പ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കന്നിമാസത്തിലെ ആയില്യം വരുന്നത്. അത് ഈ സർപ്പത്തിൻ്റെ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിൽ വെട്ടിക്കോട്ട് മണ്ണാർശാല അടുത്ത തുലാമാസത്തിലാണ്. എങ്കിലും വെട്ടിക്കോട്ട് ആയില്യം ഏറ്റവും പ്രധാനപ്പെട്ട ആയില്യമാണ്. അവിടുത്തെ ഉത്സവം പോലെ വലിയ ആഘോഷപൂർവ്വം നടത്തുന്നതാണ്. അതുപോലെ ഇപ്പം 3-4 മാസം കൊണ്ട് എല്ലാ അമ്പലങ്ങളിലും ആയില്യ പൂജയൊക്കെ ഇപ്പോൾ ഈ സർപ്പങ്ങൾക്ക് ആരാധന നടത്താണ്ടാത്ത 3-4 മാസമുണ്ട്. മിഥുന മാസം മുതൽ
മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി. അത് കഴിഞ്ഞ് പിന്നെ ഈ ചിങ്ങമാസത്തിൽ അല്ല കന്നിമാസത്തിലാണ് ഇനി അടുത്ത ആയില്യ പൂജയൊക്കെ എല്ലാ അമ്പലങ്ങളിൽ തുടങ്ങത്തുള്ളൂ. അത് തുടങ്ങുന്നത് ഈ കന്നിമാസത്തിലെ ആയില്യം മുതലാണ്. അങ്ങനെ എല്ലാ അമ്പലങ്ങളിലും വളരെ വിശേഷപ്പെട്ട ദിവസമാണ് കന്നിമാസത്തിലെ ആയില്യം. ഇതൊക്കെയാണ് കന്നിമാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ തുലാമാസം വരുമ്പോഴാണ് അതിൻ്റെ പിന്നെ ഇപ്പം മഴ ഇന്ന് നല്ല ശക്തിയായിട്ട് മഴ പെയ്തിട്ടുണ്ട്. ഒരു 10, 11 മണിയോടുകൂടി ഇവിടെയൊക്കെ നല്ല ശക്തിയായിട്ടുള്ള മഴയായിരുന്നു. ഇനിയിപ്പോൾ തുലാമാസം തുടങ്ങുമ്പം ഭയങ്കര മഴയും കാറ്റുമൊക്കെ മഴ ഇടിയൊക്കെ ആയിട്ട് തുടങ്ങാനുള്ള ഒരു പുറപ്പാടാണെന്ന് തോന്നുന്നു. എങ്കിലും അതൊക്കെ അതിൻ്റേതായ കാലാവസ്ഥയുടെ അനുസരിച്ച് അത് പ്രകൃതി നൽകിക്കൊണ്ടിരിക്കും. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്താ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ ക്ഷീണത്തിലും എല്ലാവരും ഓണത്തിന് പുതിയ ഡ്രസ്സും പുതിയ ഉടുപ്പും പുതിയ ഊഞ്ഞാലും ഒക്കെ. അത് കഴിഞ്ഞ് അഷ്ടമി രോഹിണി ഉണ്ടായിരുന്നു. അതിൽ കൃഷ്ണനായിട്ടൊക്കെ കുട്ടികളൊക്കെ വേഷം കെട്ടി പോകുന്നതും ഒക്കെ എല്ലാം കൊണ്ട് ചിങ്ങമാസം വളരെ മനോഹരമായിരുന്നു, സന്തോഷപൂർണ്ണമായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് കരുതുന്നു. ഇത്രയൊക്കെ എനിക്ക് ഇന്ന് പറയാനുള്ളൂ. ഇനിയിപ്പം വേറെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. കുറേ നാളായി നിങ്ങളെയൊക്കെ കണ്ട് സംസാരിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നതേ ഉള്ളൂ. മറ്റു വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം നിർത്തുന്നു. ബൈ.